നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമുക്കറിയാം ഈ വരുന്നൊരു ആഴ്ച എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് വീക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡാണ് ഈ ഒരു ബ്രസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത്. അമ്മയിൽ നിന്നും കുഞ്ഞ് ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഫീഡ്. അപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താ പറയുക, ലാച്ച് പൊസിഷനാണ്. കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ കുഞ്ഞിനെ പിടിച്ച് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത്. അത് തെറ്റായ ഒരു രീതിയാണ്. ആ ഒരു ലാച്ച് പൊസിഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ബ്രസ്റ്റ് ഫീഡ് കിട്ടാനുള്ള ചാൻസസ് കുറവ് തന്നെ ആയിരിക്കും. അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷകരമാണ്. കുഞ്ഞിന് വെയിറ്റ് കൂടുകയുമില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് കൃത്യമായിട്ട് പാല് കുഞ്ഞിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിലുപരി ഈ ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നിപ്പിൾ ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം ഈ ഒരു ലാച്ച് പൊസിഷനിൽ വരുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഒന്നും കൂടി എടുത്തു പറയുന്നു, നമ്മൾ 6 months വരെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. WHO റൂൾ അനുസരിച്ച് ഓൺലി ബ്രസ്റ്റ് ഫീഡാണ്. കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ പാല് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് ഫോർമുല കൊടുക്കാവുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. അമ്മയ്ക്കും അതുകൊണ്ട് ദോഷമൊന്നുമില്ല, നല്ലത് മാത്രമാണുള്ളത്. കുഞ്ഞിനും ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി, ബ്രസ്റ്റ് ഫീഡ് എടുക്കുന്നത് വഴി കുഞ്ഞിനും കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഈ ഒരു ബ്രസ്റ്റ് ഫീഡിലൂടെ കുഞ്ഞിന് കിട്ടുന്നതാണ്. മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കാരണം ആദ്യം LSCS ഒക്കെ കഴിഞ്ഞ ഒരു പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പാല് വരാനായിട്ട് 1-2 ദിവസം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് നമ്മൾ ആ അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ള. ഓൾറെഡി അവർ സ്ട്രെസ് ആയിരിക്കും. സോ നമ്മൾ സ്ട്രെസ് ഫ്രീ ആക്കുക. കൃത്യമായിട്ട് തന്നെ വെള്ളം, അങ്ങനത്തെ കാര്യങ്ങൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, ഈ വക കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നൽകാവുന്നതാണ്. സോ ഈ ഒരു സ്ട്രെസ് ഫ്രീ മാറിയാൽ മാത്രമേ അമ്മയിൽ ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അത് കുഞ്ഞിന് കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. കാരണം ചിലവരുടെ ഡൗട്ടാണ് 2 to 3 hours വെച്ച് ഫീഡ് ചെയ്യണോ എന്നുള്ളത്. കാരണം നമ്മൾ ന്യൂ ബോൺ പീരീഡ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയം കൂടിയിട്ടാണ്. സോ നമ്മൾ അവരെ ഉണർത്തി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുന്ന ടൈം 20 minutes കൃത്യമായിട്ട് കറക്റ്റ് ലാച്ച് പൊസിഷനോട് കൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞുള്ള ബർപ്പിങ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഗ്യാസ് കളയിക്കുക എന്നുള്ളതാണ്. അതും കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ചെയ്യുക. പ്രീ ടേം ആയാലും ടേം ആയാലും നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രീ ടേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നേരം 20 minutes ഒന്നും കൃത്യമായിട്ട് കുടിക്കണം എന്നില്ല. പക്ഷെ നമുക്കത് പറയുന്നുണ്ട്, ഒന്ന് എക്സ്പ്രസ് ചെയ്ത് ഗോകർണത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ബ്രസ്റ്റ് ഫീഡ്, ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിൽ കൂടിയും ഫീഡിങ് ബോട്ടിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. കൃത്യമായിട്ട് നമുക്ക് ഗോകർണമോ ചെറിയ സ്പൂണോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുവഴി കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് നൽകുന്നതിൽ യാതൊരു തെറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമുക്കറിയാം ഈ വരുന്നൊരു ആഴ്ച എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് വീക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്. കാരണം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡാണ് ഈ ഒരു ബ്രസ്റ്റ് ഫീഡ് എന്ന് പറയുന്നത്. അമ്മയിൽ നിന്നും കുഞ്ഞ് ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഫീഡ്. അപ്പോൾ ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് പോയിന്റ്സ് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്.
ഒന്ന് എന്താ പറയുക ലാച്ച് പൊസിഷനാണ്. കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് പൊസിഷനിൽ നമ്മൾ കുഞ്ഞിനെ പിടിച്ച് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളത്. അത് തെറ്റായ ഒരു രീതിയാണ്. ആ ഒരു ലാച്ച് പൊസിഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ബ്രസ്റ്റ് ഫീഡ് കിട്ടാനുള്ള ചാൻസസ് കുറവ് തന്നെയായിരിക്കും. അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷകരമാണ്. കുഞ്ഞിന് വെയിറ്റ് കൂടുകയുമില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് കൃത്യമായിട്ട് പാല് കുഞ്ഞിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് എൻഗോജ്മെന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിലുപരി ഈ ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നിപ്പിൾ ക്രാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം ഈ ഒരു ലാച്ച് പൊസിഷനിൽ വരുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ഒന്നും കൂടി എടുത്തു പറയുന്നു, നമ്മൾ 6 months വരെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. WHO റൂൾ അനുസരിച്ച് ഓൺലി ബ്രസ്റ്റ് ഫീഡാണ്. കുഞ്ഞിനും അമ്മയ്ക്കും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ പാല് കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി നമുക്ക് ഫോർമുല കൊടുക്കാവുന്നതാണ്. ബ്രസ്റ്റ് ഫീഡിങ്ങിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. അമ്മയ്ക്കും അതുകൊണ്ട് ദോഷമൊന്നുമില്ല, നല്ലത് മാത്രമാണുള്ളത്. കുഞ്ഞിനും ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി, ബ്രസ്റ്റ് ഫീഡ് എടുക്കുന്നത് വഴി കുഞ്ഞിനും കൃത്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഈ ഒരു ബ്രസ്റ്റ് ഫീഡിലൂടെ കുഞ്ഞിന് കിട്ടുന്നതാണ്. മാത്രമല്ല ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമ്മൾ കൊടുക്കേണ്ടത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കാരണം ആദ്യം LSCS ഒക്കെ കഴിഞ്ഞ ഒരു പാരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പാല് വരാനായിട്ട് 1-2 ദിവസം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് നമ്മൾ ആ അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ള, ഓൾറെഡി അവർ സ്ട്രെസ് ആയിരിക്കും. സോ നമ്മൾ സ്ട്രെസ് ഫ്രീ ആക്കുക, കൃത്യമായിട്ട് തന്നെ വെള്ളം, അങ്ങനത്തെ കാര്യങ്ങൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്, ഈ വക കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് നൽകാവുന്നതാണ്. സോ ഈ ഒരു സ്ട്രെസ് ഫ്രീ മാറിയാൽ മാത്രമേ അമ്മയിൽ ഹോർമോൺ ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അത് കുഞ്ഞിന് കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. കാരണം ചിലവരുടെ ഡൗട്ടാണ് 2 to 3 hours വെച്ച് ഫീഡ് ചെയ്യണോ എന്നുള്ളത്. കാരണം നമ്മൾ ന്യൂ ബോൺ പീരീഡ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയം കൂടിയിട്ടാണ്. സോ നമ്മൾ അവരെ ഉണർത്തി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുന്ന ടൈം 20 minutes കൃത്യമായിട്ട് കറക്റ്റ് ലാച്ച് പൊസിഷനോട് കൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞുള്ള ബർപ്പിംഗ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഗ്യാസ് കളയിക്കുക എന്നുള്ളതാണ്. അതും കൃത്യമായിട്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ചെയ്യുക. പ്രീ ടേം ആയാലും ടേം ആയാലും നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രീ ടേം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും നേരം 20 minutes ഒന്നും കൃത്യമായിട്ട് കുടിക്കണം എന്നില്ല. പക്ഷെ നമുക്കത് പറയുന്നുണ്ട്, ഒന്ന് എക്സ്പ്രസ് ചെയ്ത് ഗോകർണത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ബ്രസ്റ്റ് ഫീഡ്, ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിൽ കൂടിയും ഫീഡിങ് ബോട്ടിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. കൃത്യമായിട്ട് നമുക്ക് ഗോകർണമോ ചെറിയ സ്പൂണോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുവഴി കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് നൽകുന്നതിൽ യാതൊരു തെറ്റില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.